ഓക്കെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നമുക്കിന്ന് നമ്മുടെ ഒരു കറന്റ് ടോപ്പിക് ഉണ്ട് അല്ലേ? ഇപ്പോൾ ആകെ പത്രങ്ങളിലും മീഡിയകളിലും ഒക്കെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഹിജാബ്. അപ്പൊ ഹിജാബ് എന്ന് പറയുന്ന ഒരു വിഷയം ഇപ്പോൾ ചർച്ചയാകപ്പെടാനുള്ള കാരണം എന്താണ്? ഇതിനു മുമ്പ് എന്തായിരുന്നു ചർച്ച എന്ന് ചോദിച്ചാൽ ഹലാൽ ഹറാം, ഹലാൽ ഫുഡായിരുന്നു. ഹോട്ടലുകളിലൊക്കെ ഹലാൽ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ട് ഹലാൽ, അതായിരുന്നു ചർച്ച. നിങ്ങൾ അറിയുന്നില്ല ഇതൊക്കെ? അതിന്റെ തൊട്ടു മുമ്പ് NRC, CA, അതായിരുന്നു ചർച്ച. അതിനു മുമ്പ് ഗോവധം, അതായത് ഗോമാംസം ആയിട്ടുള്ള പ്രശ്നം. അതിന്റെ ഇടയ്ക്ക് ലവ് ജിഹാദ്, പിന്നെ അതേപോലെ തന്നെ ലവ് ജിഹാദ്, ഏക സിവിൽ കോഡ്, മുത്തലാഖ്, ഇങ്ങനെ ലൈവായിട്ട് ഇന്ത്യയിൽ ഉടനീളം, ഭാരതത്തിലുടനീളം നിങ്ങളൊരു ന്യൂസ് പേപ്പർ എടുത്തു നോക്കിയാൽ അതിൻ്റെ ലീഡ് സ്റ്റോറി ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, അതായത് കോൺട്രവേഴ്സി ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകളാണ് ഇസ്ലാമികമായിട്ട് ഇസ്ലാമികമായിട്ടുള്ള ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പൊ ഈ എല്ലാ ഓരോ വിഷയങ്ങളും നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യം, വൈ ഇസ്ലാം ഈസ് ടാർഗറ്റഡ്. നിങ്ങളെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഇവിടെ ഹിന്ദുയിസത്തിൽ കുറെ ആചാരങ്ങളുണ്ട്, ക്രിസ്ത്യാനിറ്റിയിൽ കുറെ അതേപോലുള്ള സംഭവങ്ങളുണ്ട്, മുസ്ലിങ്ങളിലും ഉണ്ട്. മുസ്ലിങ്ങളിലും അങ്ങനെ ഈ തലാക്ക്, മുത്തലാക്ക്, തലാക്ക്, ഒരു പെണ്ണിനെ തലാക്ക് പറയുന്നതോടെ അവളെ ഇതാക്കാൻ, ഇഷ്ടമുള്ള ആൾ കെട്ടുക, അല്ലെങ്കിൽ 2-3 കെട്ടുക, ഇതൊക്കെ മഹാതമാടിത്തരാണ്. ഇത് ഇസ്ലാമിലുള്ള നിയമങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. അത് വിമർശിക്കപ്പെടേണ്ടതുണ്ട്, പാടില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ആകെ കൂടെ വേണ്ടി ഇസ്ലാമിൽ മാത്രമാണ് ഇത് നടക്കുന്നത് എന്ന രൂപത്തിൽ ഇസ്ലാമിനെ ടാർഗറ്റ് ചെയ്യാനുള്ള കാരണമല്ല. വൈ ഇസ്ലാം ഈസ് ടാർഗറ്റഡ്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതൊരു ഉത്തരാണ്. പിന്നെ എന്താ താടി കൊണ്ടിട്ടോ പേടിച്ചിട്ടാണ്? അതൊരു പേടിയാണ്, ഇസ്ലാമോഫോബിയ അല്ലേ? ഇസ്ലാം എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഭയപ്പെടുത്തുന്ന ഇതൊരു സാധനമാണ് എന്നുള്ളത് ചോദ്യം ചെയ്യുന്നവരെ പേടിച്ച്. ഇങ്ങനെ എന്തായാലും നമ്മളിങ്ങനെ കുറെ ആൻസറുകൾ ഉണ്ട്. അത് വാസ്തവത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് 2 ശാക്തിക ചേരികളാണ് ലോകത്തുണ്ടായിരുന്നത്. ഒന്ന് കമ്മ്യൂണിസവും മറ്റൊന്ന് ക്യാപിറ്റലിസവും. ക്യാപിറ്റലിസവും കമ്മ്യൂണിസവും. കമ്മ്യൂണിസം അതായത് ഏറെക്കുറെ നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസം പോയി. ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളൊക്കെ ഒരു 2000 മുമ്പ് ശേഷം ജനിച്ചവരല്ലേ അല്ലേ? അതിന് മുമ്പേ കമ്മ്യൂണിസം പോയി. ഒരു 85 ഇതിലൊക്കെ 10-70 നാടുകൾ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഉണ്ടായിരുന്നു. റഷ്യ എന്ന് പറയുന്ന USSR, യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറയുന്ന വളരെ വിപുലമായ ഒരു രാഷ്ട്ര സമുച്ചയമായിരുന്നു റഷ്യ. അതൊക്കെ പല നാടുകളായിട്ട് മാറി. അങ്ങനെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് അവിടെ ഇല്ലാതായി. അങ്ങനെ ലെനിനും സ്റ്റാലിനും ഒക്കെ അങ്ങനെ ചവറ്റുകൊട്ടയിലേക്ക് എറിയപ്പെട്ടു. അവരുടെയൊക്കെ വലിയ വലിയ പ്രതിമകൾ തച്ച് തകർക്കപ്പെട്ടു. അങ്ങനെ കമ്മ്യൂണിസം എന്ന് പറയുന്ന ലോകത്ത് 70ഓളം നാടുകളിൽ ആ ഇസത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകം നയിച്ചിരുന്ന ഒരു ഇസം കംപ്ലീറ്റ് അങ്ങ് പോയി. ഇന്ന് പാകക്കൂടെ ഉള്ളത് ചൈനയിലും അതുമാതിരി ഹംഗറി, അതുമാതിരിയുള്ള ചില നാടുകളിൽ മാത്രമാണ്. മെയിൻ ചൈനയിൽ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ആ ചൈനയിലുള്ള കമ്മ്യൂണിസം പോലും യഥാർത്ഥ കമ്മ്യൂണിസവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത, കമ്മ്യൂണിസം വിഭാവനം ചെയ്ത കമ്മ്യൂണിസമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കമ്മ്യൂണിസമാണ് അവിടെ ഉള്ളത്. അത് നമ്മുടെ വിഷയമല്ല, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അന്ന് ഈ ഇവരോട് കമ്മ്യൂണിസത്തോട് കൊമ്പ് കോർക്കാൻ, ക്യാപിറ്റലിസത്തോട് കൊമ്പ് കോർക്കാൻ കഴിയുന്ന ഒരു വൻ ശക്തിയായിട്ട്, ഒരു ശാക്തിക ചേരിയായിട്ട് കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസം പോയതോടുകൂടെ പിന്നെ ക്യാപിറ്റലിസം ചെയ്യുന്ന തോന്നിയവാസത്തെ ചോദ്യം ചെയ്യാനുള്ള ആളുകളായിട്ട് പിന്നെ ഉള്ളത് ഇസ്ലാമാണ്. കാരണം അന്ന് റഷ്യ എന്ന് പറയുന്ന നാട് അഫ്ഗാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് അധിനിവേശം നടത്തി. ആ അഫ്ഗാനിനെ അവരുടെ അധീനതയിൽ വെച്ചപ്പോൾ അമേരിക്കയാണ് ഈ ഹിക്മത്തുകാരനെയും അതുപോലുള്ള ആളുകളെയും ഇന്നുള്ള താലിബാന്റെ പ്രായോഗിക രൂപത്തിൽ ഒക്കെ ഉണ്ടാക്കിയത് അമേരിക്കയാണ് ഉണ്ടാക്കിയത്. റഷ്യക്കെതിരെ, അതായത് റഷ്യക്കെതിരെ റഷ്യന്റെ അകത്തുനിന്ന് തന്നെ അഫ്ഗാനിലെ
അഫ്ഗാനിലെ ആളുകളെ കൊണ്ട് റഷ്യക്കെതിരെ പോരാട്ടം നടത്തിക്കുവാൻ വേണ്ടി അമേരിക്ക ഉണ്ടാക്കിയ സാധനമാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ താലിബാന്റെ വെല്ലുമ്മ എന്ന് പറയാവുന്ന അന്നത്തെ അഫ്ഗാനിന്റെ സംഭവം. അതുണ്ടായതാണ് പുതിയ താലിബാന്റെ വേറൊരു പതിപ്പാണ്, വേറൊരു രൂപമാണ്. അതവിടെ ഇരിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ലോകത്ത് ഇനി ഇസ്ലാമാണ് ഉള്ളത്. മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ കമ്മ്യൂണിസം ഉണ്ടായിരുന്നു. കമ്മ്യൂണിസം പറഞ്ഞാൽ എന്താണ്? നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുള്ള ഒരു സിദ്ധാന്തമുണ്ട്, ഒരു ജീവിത പദ്ധതിയാണ് പറഞ്ഞിട്ടാണ് കമ്മ്യൂണിസം വന്നത്. ആ കമ്മ്യൂണിസം പോയി. ഇപ്പൊ മനുഷ്യന്മാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി പറയുന്നത് ക്യാപിറ്റലിസത്തിന് പകരം ഇസ്ലാമാണ്. ആയതുകൊണ്ട് ആ ഇസ്ലാമിനെ വളരാൻ അനുവദിക്കരുത്, തടുക്കണം, അതിനെ കൈകാര്യം ചെയ്യണം, അതിനെ കോർണറൈസ് ചെയ്യണം. എന്തായാലും മലയാളത്തിൽ പറയാ ഓരം കെട്ടണം അല്ലെ? ഓരം കെട്ടുക എന്ന് തമിഴാണ്. പാർശ്വവൽക്കരിക്കണം അല്ലെ? അതിനൊരു ഓരത്തേക്ക് അരിക്കാക്കുക, അതിന് സൈഡാക്കുക, അതിനെ ഒരു സൈഡിലേക്ക് ആക്കണം. ആ അർത്ഥത്തിൽ ഇസ്ലാമിനെ ഇത് പല ഭീകരവാദങ്ങളും പല തീവ്രവാദ സംഘടനകളും ഇസ്ലാമിന്റെ ഉള്ളിലുണ്ടാക്കി ആ തീവ്രവാദത്തിന്റെ ആളുകൾ ചെയ്യുന്നവർക്ക് ഇസ്ലാമിന്റെ പേരിൽ പറയപ്പെട്ട് ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവ്രവാദമാണ്, ഇസ്ലാം ഈക്വൽ ടു ടെററിസം എന്ന അർത്ഥത്തിൽ കാര്യങ്ങൾ കൊണ്ടുവന്നു. ആടിനെ അത് പട്ടിയാണ് 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 പട്ടിയാണെന്ന് പറഞ്ഞ് പട്ടിയാക്കുക. എന്നിട്ട് എല്ലാവരും കൂടെ ചെന്ന് പറയാ അത് പേപ്പട്ടിയാണ് പറഞ്ഞ് തല്ലിക്കൊല്ലുക. ഇതേ അർത്ഥത്തിൽ ഇസ്ലാമിന് അത് ഭീകരവാദമാണ്, ടെററിസമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ലോകത്ത് നടന്ന എല്ലാ ഭീകരവാദത്തിന്റെ അപ്പോസ്തലന്മാരെ നിങ്ങൾ എടുത്തു നോക്കിയാൽ അതിലൊക്കെ പിന്നിൽ ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ കൈയുണ്ടാവും എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അമേരിക്കയിലെ ട്വിൻ ടവർ സ്ഫോടനം ഉണ്ടായി അല്ലേ? 2 വലിയ ടവർ ഇടിച്ച് നിരപ്പാക്കിയില്ലേ? ആ സംഭവം അതുപോലുള്ള സംഗതികളൊക്കെ എടുത്തു നോക്കിയാൽ ഇപ്പോൾ ISIS ഉണ്ടാക്കിയ അതിന്റെ അബൂബക്കർ ബഗ്ദാദി എന്ന് പറയുന്ന ആള് ജൂതനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, യഥാർത്ഥത്തിൽ ജൂതനെതിരെ ആണ് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യുന്ന മതം ജൂതമതമാണ്. ആ ഇസ്രയേൽ ഇതിന്റെ തൊട്ടാണ്, ഈ സിറിയയുടെ തൊട്ടാണ് ഏത് ഇസ്രയേൽ. പക്ഷെ ആ ഇസ്രയേലിലേക്ക് മാത്രം ആക്രമണം നടത്തുന്നില്ല. ആര്? ISIS. വേറെ എല്ലാ മുസ്ലിം നാടുകളിലും പോയിട്ട് ആക്രമണം നടത്തുകയാണ്. അങ്ങനെ അപ്പൊ അതിന് കാരണം എന്താ വെച്ചാൽ എ ഡോഗ് ഡസ് നോട്ട് ബൈറ്റ് ഹിസ് ടൈൽ എന്ന് പറയും. ഒരു നായ അതിന്റെ വാലിനെ തന്നെ കടിക്കാറില്ല. നാട്ടുകാരനൊക്കെ കടിക്കും. ആരെ കടിക്കില്ല? സ്വന്തം വാലിനെ കടിക്കില്ല അല്ലെ? അതേപോലെ ഇവര് ISIS വേറെ എല്ലായിടത്തും പോയി സ്ഫോടനം നടത്തും. എവിടെ നടത്തില്ല? അമേരിക്കയിലും നടത്തില്ല, ഇസ്രയേലിലും നടത്തില്ല. വേറെ എല്ലായിടത്തും പോയി ISIS പലതും ചെയ്യും. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ISISന്റെ സ്പോൺസേഴ്സ് ആരാ? ഇസ്രയേലും അമേരിക്കയും ഇതുപോലെ. അപ്പൊ ഇങ്ങനെയുള്ള പുതിയ പുതിയ സാധനങ്ങൾ ഉണ്ടാക്കി അവരൊക്കെ ഇസ്ലാമിനെതിരെ അവരുടെ പേരിൽ ഇസ്ലാമിനെ ഒരു തീവ്ര സാധനമാക്കി മാറ്റുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം. അതോടൊപ്പം വേറൊരു കാര്യം കൂടെ ഇതിനോട് ഇപ്പൊ ചേർത്ത് മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു, വൈ ഇസ്ലാം ഈസ് ടാർഗറ്റഡ് എന്ന് ചോദിക്കുമ്പോൾ ബിക്കോസ് ഇസ്ലാം ഭയങ്കരമായിട്ട് അക്സെപ്റ്റൻസ് അല്ലെ? ജനങ്ങളുടെ ഇടയിൽ ഇസ്ലാമിന് വല്ലാത്ത സ്വീകാര്യത കിട്ടുന്നു, ജനങ്ങൾ ഇസ്ലാം വല്ലാതെ സ്വീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അതിനുള്ള കാരണം. അതും ശരിയാണ്. അതായത് ഇന്നിപ്പോൾ യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് ഇസ്ലാമിലേക്കാണ്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് അതിന് ദ ലാർജസ്റ്റ് സ്പ്രെഡിങ് റിലീജിയൻ എന്നോ ദ അക്സെപ്റ്റൻസ് ഓഫ് ഇസ്ലാം ഇൻ ദ വേൾഡ് എന്നോ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ സ്വീകാര്യത ലോകതലത്തിൽ എന്നോ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന മതം എന്നോ എന്തെങ്കിലും ഒന്ന് അടിച്ചു നോക്കും. എല്ലാവരുടെ കയ്യിലും മൊബൈലും ഡാറ്റയും ഉണ്ടല്ലോ. ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് കിട്ടുക. ഇസ്ലാമിലേക്ക് 78 ആള് വരുമ്പോൾ ക്രിസ്ത്യാനിറ്റിയിലേക്ക് 28 ആളാണ് വരുന്നത്. അത് 27 ആളാണ് വരുന്നത്. ഇപ്പുറത്തേക്ക് നോക്കിയാൽ ഹിന്ദുയിസത്തിലേക്ക് അതിനേക്കാൾ കുറവാണ്, മറ്റ് മതങ്ങളിലേക്കൊക്കെ അതിനേക്കാൾ കുറവാണ്. അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെയൊക്കെ ഭീകരവാദപ്പെട്ടവും ഇങ്ങനെയൊക്കെ ഇസ്ലാമിനെതിരെ അത് ഒരു പ്രാകൃത മതമാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ വരുന്നു? ഇതാണ് ഇവരെ അലോസരപ്പെടുത്തുന്ന വലിയ ഒരു വിഷയം. ആയതുകൊണ്ട് ഇതിനെ പരമാവധി ഏതെങ്കിലും അർത്ഥത്തിൽ അതിലത്തെ ഹിജാബിനെയും അതിലത്തെ തലാഖിനെയും അതിലത്തെ വ്യക്തി നിയമങ്ങളെയും അതിലത്തെ അനന്തരാവകാശ നിയമങ്ങളെയും ഇങ്ങനെ എല്ലാറ്റിനെയും ആളുകളുടെ ഇടയിൽ വളരെ മോശമായി നിന്ദ്യമായി ചിത്രീകരിക്കുക എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ അവരുടെ ആവശ്യമായിട്ട് അവർ മനസ്സിലാക്കുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഞാനൊന്നും ജയിക്കൂല, ഞാനൊന്നും പഠിക്കൂല, ഞാനൊന്നും രക്ഷപ്പെടൂല എന്ന് വിചാരിക്കുന്ന കുട്ടികളുണ്ടാവും അല്ലേ? നിങ്ങളതിലുണ്ടോ? ഇയാളുണ്ട് തോന്നുന്നു.
ഉണ്ടോ? ആ ആ മറ്റേ ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തോന്നുന്നു. അങ്ങനെ ഉണ്ടോ? ജയിക്കും അല്ലേ? ഐ ക്യാൻ വിൻ, എനിക്ക് ജയിക്കാൻ കഴിയും, യാതൊരു സംശയമില്ല. അങ്ങനെ നമുക്ക് ജയിക്കാൻ കഴിയും, എനിക്ക് അറ്റൈൻ ചെയ്യാൻ കഴിയും, എനിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരു മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് ചൈനീസ് ബാംബുവിന്റെ കഥ. ചൈനീസ് ബാംബു, ബാംബു പറഞ്ഞെന്താ? മുള. ചൈനീസ് ബാംബു കേട്ടിട്ടുണ്ടോ? ചൈനീസ് ബാംബു പറയുന്ന സാധനം കേട്ടിട്ടുണ്ടോ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. എന്തെങ്കിലും ഒരു ആൻസർ കേട്ടിട്ടില്ല. ഓട്ടെ. ചൈനീസ് ബാംബു പറഞ്ഞിട്ട് ഇന്ന് പോയിട്ട് മൊബൈലിൽ പോയിട്ട് ഇന്ന് യൂട്യൂബില് ചൈനീസ് ബാംബു എന്ന് അടിച്ചു നോക്കുക കേട്ടോ. അപ്പൊ അറിയാം എന്താണ് ചൈനീസ് ബാംബു. അതായത് സാധാരണഗതിയിൽ ഒരാള് ഒരു വിത്ത് ഇടുമ്പോ അതിൽ അയാളെ പ്രതീക്ഷയോടുകൂടി വെറുതെ കിടക്കട്ടെ ഒരു വിത്ത് പറഞ്ഞിട്ടാണോ വിത്തിടുക? ഒരു വിത്ത് ഇടുന്നു, അത് മണ്ണിട്ട് മൂടുന്നു, വെള്ളം ഒഴിച്ചു വയ്ക്കുന്നു. ബിക്കോസ് ഹി ഈസ് എക്സ്പെക്ടിങ് എ പ്ലാൻ, ഒരു ഫ്രൂട്ട് ഓർ എന്തോ സാധനം അതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അതിനാണ് ഇയാൾ ആ വിത്തിട്ടിട്ട് അതിനിതാക്കുന്നത്. ഈ ചൈനീസ് ബാംബു എന്ന് പറഞ്ഞ ഈ മുളയുടെ വിത്ത് നിങ്ങൾ ഇട്ടാൽ 1 വർഷം വെള്ളമൊഴിച്ചാലും മുളയ്ക്കില്ല, 2 വർഷം മുളയ്ക്കില്ല, 3 വർഷം ഇല്ല, 4 വർഷം ഇല്ല. പിന്നെ പ്രാന്താണ് വെള്ളമൊഴിക്കാൻ. പക്ഷേ ക്ഷമയോടുകൂടി 5 വർഷം നിങ്ങൾ ആ വിത്തിനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ 5ാമത്തെ വർഷം ആ വിത്ത് മെല്ലെ മുള പൊട്ടും. മെല്ലെ മുള പൊട്ടും. മുള പൊട്ടിയിട്ട് ഇത് എത്ര അടി ഹൈറ്റ് ഉണ്ടാവും? നമ്മുടെ ഈ റൂം, ആ ഡോർ എത്ര അടിയാണ്? 6 അടി. 14, 16 അടി, 14 അടി ഉണ്ടാവും. ഒരു 14 അടിയൊക്കെ 6, 6, 12, 14 ഉണ്ടാവും. 90 അടി എത്ര ഹൈറ്റായി? നമ്മുടെ താഴ്ന്ന് നമ്മൾ നോക്കിയത്, ഇപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലാണ്, ഒരു 3 നിലയുടെക്കാൾ മേലെ ഹൈറ്റ് വരും. നമ്മുടെ പള്ളിയുടെ മിനാരത്തിന്റെ ഹൈറ്റ് വരും 90 അടി എന്ന് പറഞ്ഞാൽ. ഈ സാധനം 5 വർഷം കഴിഞ്ഞിട്ട് ഇത് മുളയ്ക്കും. മുളയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് 6 ആഴ്ച കൊണ്ട്, വിത്തിൻ 6 വീക്സ്, 6 ആഴ്ച കൊണ്ട്, 1.5 മാസം കൊണ്ട് 90 അടി ഉയരം വരും. എന്താണ്? അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ അത് ഇങ്ങനെ വളർന്നു കാണാം. അത്ര സ്പീഡിലാണ് ഇതിന്റെ വളർച്ച. അപ്പൊ ഈ 5 വർഷത്തെ എന്തെടുക്കുകയായിരുന്നു? പറയും നോക്കട്ടെ. ഇത്ര വലിയ വളർച്ച ആർജിക്കുവാൻ വേണ്ടി അതിന് വേണ്ടത് ഒരു കൂട്ടുകയായിരുന്നു അല്ലേ? അതിന് വേണ്ടത് സമാഹരിക്കുകയായിരുന്നു. കാരണം ഒരുപാട് ഉയരത്തിലേക്ക് വളർന്നു വരാൻ വേണ്ടിയുള്ളതിന് തനിക്ക് വേണ്ട ആ റിസോഴ്സസ്, തനിക്ക് വേണ്ട ആ വിഭവങ്ങളൊക്കെ നാനാഭാഗത്ത് ലവണങ്ങളായിട്ടും വെള്ളമായിട്ടും അതുപോലുള്ള സാധനത്തിനൊക്കെ ഈ വേര് ഇതാക്കുമായിരുന്നു. ഇതേപോലെ നിങ്ങൾ നോക്കുക, ഒരു IAS IPS റാങ്കിൽ എത്തുന്ന ഒരാൾ, ഒരു കളക്ടറായിട്ട് വരുന്ന ഒരാൾ, അല്ലെ ഒരു മറ്റ് നാടുകളുടെ ഒരു IFS ഇന്ത്യൻ ഫോറിൻ സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് മറ്റൊരു നാട്ടിന്റെ ഹൈ കമ്മീഷണറായി മാറുന്ന ഒരാൾ, വേറൊരു രാജ്യത്തിന്റെ ഹൈ കമ്മീഷണറായി. എന്തു വലിയ പോസ്റ്റാന്നറിയാം അതൊക്കെ. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മള്? അങ്ങനെ പോസ്റ്റ് ഉണ്ടെന്ന് അറിയോ? ഇന്ത്യന്റെ ഹൈ കമ്മീഷണറായിട്ട് വേറൊരു നാട്ടിൽ നമ്മൾ പോയി വർക്ക് ചെയ്യാം. കോടികളുടെ വരുമാനവും വലിയ സ്ഥാനവും വലിയ സ്വാധീനവും ഒക്കെയുള്ള വലിയ അകമ്പടി സേവിക്കാൻ ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു വലിയ പോസ്റ്റ്. ആ പോസ്റ്റിലേക്ക് അത്രയും ഉയരം അയാൾ വളരുന്നത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടാണ്, ഒരുപാട് വർഷം ഉറക്കം വിളിച്ചിട്ടാണ്. 3/4 മണിക്കൂർ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മണ്ട കഴിയണം അല്ലേ? ഈ ചങ്ങായി എപ്പോഴാന്ന് നിർത്തുക? അവര് നിരന്തരം ഉറക്കമൊഴിച്ച് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ഗ്യാദർ ചെയ്ത, കളക്ട് ചെയ്ത ഒരുപാട് ഇൻഫർമേഷനാണ് അവരുടെ ഒരുപാട് ഉയരത്തിലേക്ക് എത്തിച്ചത്. നമുക്ക് ഒരുപാട് ഉയരത്തിലെത്തണം വേണ്ട, ഇങ്ങനെ പോട്ടെ. എന്തിനാ BA എന്ന് ഞാൻ പറഞ്ഞില്ലേ? പെണ്ണ് കാണാൻ പോകുമ്പോ ചെക്കൻ എന്താ പഠിച്ചു വെച്ചാൽ ഞാൻ BA പഠിച്ചിട്ട് പറയാനൊരു BA അല്ലേ? കല്യാണം കഴിച്ചു കൊടുക്കുന്നവരെ തൽക്കാലം ഒരു ഷെൽട്ടർ, ഒരു BA, അതാണോ? അല്ല, അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ വലിയൊരു ലക്ഷ്യം, ആ വലിയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരാൾക്ക് ഒരുപാട് കാര്യം. ഇവിടെ നിങ്ങൾ നോക്കുക, ഇസ്ലാമിന്റെ വളർച്ച എന്ന് അതുപോലെയാണ്. ജോൺ അഡെയർ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരനുണ്ട്.
അദ്ദേഹം മാനേജ്മെന്റ് സ്റ്റഡീസിൽ ഒരുപാട് ആളുകൾക്ക് ഈ മാനേജ്മെന്റ് ട്രെയിനിങ് കൊടുത്ത ആളാണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനെ കുറിച്ചും അതേപോലെ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടും ഒരുപാട് പുസ്തകം എഴുതിയ ആളാണ്. 50 ലക്ഷത്തോളം ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് ഈ ജോൺ അഡയാണ്. അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, ദ ലീഡർഷിപ്പ് ഓഫ് മുഹമ്മദ്. ആ ബുക്ക് വായിക്കണം തോന്നുന്നുണ്ടോ? ഉള്ളത് വായിക്കാനേ നേരമില്ല. ഇനിയിപ്പോ നിങ്ങൾ പുതിയൊരു ബുക്ക്, ചെറിയ ബുക്കാണ്, മലയാളത്തിലും കൂടെ ഉണ്ട്, ആ ബുക്ക്. അപ്പോ ആ പുസ്തകത്തിൽ അദ്ദേഹം ഈ നിരക്ഷരനായ ഒരു പ്രവാചകൻ, അനാഥനായ ഒരു പ്രവാചകൻ, ആടുമേച്ച് നടന്ന ഒരു പ്രവാചകന്റെ ബാല്യം അങ്ങനെയാണ്. ജനിക്കുമ്പോഴേക്കും വാപ്പ മരിച്ചു. പിന്നെ 6 വയസ്സ് വരെ ഉമ്മയുടെ തടഞ്ഞു. 6 വയസ്സായപ്പോൾ ഉമ്മയും മരിച്ചു. പിന്നെ ആടുമേക്കാൻ പോവാണ്. സ്കൂളിൽ പടി കണ്ടിട്ടില്ല, അലിഫ് ബാഗ് അറിയില്ല, എഴുതാനും വായിക്കാനും അറിയില്ല. നിരക്ഷരനായ ഒരു പ്രവാചകൻ, എഴുതാനും വായിക്കാനും അറിയാത്ത പ്രവാചകൻ, ആടുമേച്ച് ബാല്യമുള്ള ഒരു പ്രവാചകൻ, അനാഥനായി വളർന്ന ഒരു പ്രവാചകൻ, കുടുംബത്തിൽ വലിയ പാണ്ഡിത്യമോ അതുമാതിരി പാരമ്പര്യമോ ഒന്നും അവകാശപ്പെടാനില്ലാത്തൊരു പ്രവാചകൻ. ആ പ്രവാചകൻ ഒരു സുപ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്നിട്ട് ഈ ലോകത്തോട് ചില വർത്തമാനങ്ങൾ പറയുന്നു 40-ാമത്തെ വയസ്സിൽ. പിന്നീട് അങ്ങോട്ട് ജനങ്ങള് അദ്ദേഹം 23 കൊല്ലം കൊണ്ട്, ഇപ്പൊ നിങ്ങളൊക്കെ ഏറെക്കുറെ 18-19 വയസ്സായി അല്ലേ? ഒരു 2 വർഷം കൂടി കഴിഞ്ഞ് 23 വയസ്സായി. ആ 23 വർഷം കൊണ്ട് അദ്ദേഹം 1 ലക്ഷത്തിലധികം ഡിസൈപ്പിൾസ്, 1 ലക്ഷത്തിലധികം അനുയായികൾ പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗത്തിൽ എവിടെയുണ്ടായിരുന്നു? ഹജ്ജിന്റെ അവസാനത്തെ പ്രസംഗത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ പ്രവാചകൻ AD 632 വഫാത്തായി. AD ഇപ്പൊ എത്ര? ഇപ്പൊ AD എത്രയായി? ഇപ്പൊ AD 1300. ബിയക്കാരാണ് ഇപ്പത്. 2022 AD 2022 ഇപ്പോ. AD BC അറിയില്ല അല്ലെ? പോട്ടെ. AD ആഫ്റ്റർ ഡെത്ത് അല്ലെ? ക്രിസ്തുവിന് ശേഷം ഇപ്പൊ 2022 നമ്മളുള്ളത്. അപ്പോ 632 പ്രവാചകൻ വഫാത്താകുന്നത്. ഇപ്പൊ 2022 632 732 എത്ര കൊല്ലം? 100 വർഷം. ആ 100 വർഷത്തിനകം ഇസ്ലാമിന്റെ കുതിച്ചുചാട്ടത്തെ പറ്റി നിങ്ങൾ പഠിക്കുന്ന ഇംഗ്ലീഷ് ചരിത്രകാരന്മാരുണ്ട്. നിങ്ങൾ BA ആണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കും. ആരുടെ? ഫിലിപ്പ് ഇറ്റിയെ കുറിച്ച് വായിക്കും. അതേപോലെ തന്നെ H.G. വെൽസ്, ഹെർബർട്ട് ജോർജ് വെൽസ്. ഇവരുടെയൊക്കെ ചരിത്രമാണ്. ചരിത്രത്തിലെ ഏറ്റവും ലാസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് ഇവരുടെയൊക്കെ പുസ്തകങ്ങളാണ്. അവരുടെ ഹിസ്റ്ററി ഓഫ് ദ വേൾഡ്, ഹിസ്റ്ററി ഓഫ് അറബ്, ആ പുസ്തകങ്ങളൊക്കെ ശക്തമായിട്ട് ഇവരെ കുറിച്ച് ഈ മുസ്ലിംസിന്റെ ഇസ്ലാമിന്റെ വളർച്ചയെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ പറയുന്നത് ഇവരുടെ ഈ ഇസ്ലാമിന്റെ 100 വർഷത്തിനകമുള്ള വളർച്ച എന്ന് പറയുന്നത് ഇറ്റ്സ് ബിയോണ്ട് കമ്പാരിസൺ എന്നാ പറയുന്നത്. താരതമ്യാതീതമായിട്ടുള്ള ഒരു വളർച്ച. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അന്ന് പേപ്പറില്ല, പേപ്പർ കണ്ടുപിടിച്ചിട്ടില്ല 632. അന്ന് അതേപോലെ തന്നെ കറണ്ടില്ല, പോസ്റ്റ് തപാല് പറഞ്ഞ പോലുള്ള സംവിധാനമില്ല. അതേപോലെ ഇത് എന്താണ് ഞാൻ പറയുന്ന പോലെ ഇമെയിൽ ഇല്ല, ഇന്റർനെറ്റ് ഇല്ല, വാട്സപ്പ് ഇല്ല, ഇൻസ്റ്റാഗ്രാം ഇല്ല, ട്വിറ്റർ ഇല്ല, ഫേസ്ബുക്ക് ഇല്ല, ഒരു ചുക്കുമില്ല. ഇത് നിങ്ങൾക്ക് ലക്ഷക്കണക്കിന് കിലോമീറ്റർ, 10,000-കണക്കിന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരാൾക്ക് ഒരു ഇൻഫർമേഷൻ, ഇഫ് സപ്പോസ് യു ഹാവ് ടു സെൻഡ്, യു വാണ്ട് ഓൺലി ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ്. വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾക്ക് ഒരു വിഷയം അങ്ങോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ഈ കാലത്ത്. അന്ന് ഒരു ലെറ്റർ ഒരു ഭാഗത്തേക്ക് എത്താൻ, ഒരു മെസ്സേജ് ഒരാൾക്ക് എത്താൻ ഇറ്റ് വിൽ ടേക്ക് മന്ത്സ് ആൻഡ് മന്ത്സ് ഓഫ് ടൈം. മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ എടുക്കും. അങ്ങനെയുള്ള ഒരു കാലം, കമ്മ്യൂണിക്കേഷൻ വളരെ പ്രയാസമുള്ള ഒരു കാലം. അങ്ങനത്തെ കാലത്താണ് 632 നിന്ന് 732 ആകുമ്പോഴേക്ക് ലോകത്തിന്റെ സിംഹഭാഗവും ഇസ്ലാം കീഴടക്കിയത്. ഇസ്ലാം കീഴടക്കില്ല, ഇസ്ലാം പ്രചരിച്ചത്. എന്തിന്? നമ്മുടെ കേരളത്തിലേക്ക് വരെ റസൂലിന്റെ കാലത്ത് ഇസ്ലാം വന്നു. മാലിക് ദീനാർ സംഘവും അന്ന് തന്നെ വന്നു. ഇവിടുത്തെ ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ചു, ഇവിടുത്തെ ഭരണാധികാരി. അങ്ങനെ അദ്ദേഹം ഇവിടെയുള്ള ആളുകളൊക്കെ ഇസ്ലാമിന് വേണ്ടി പള്ളിയും ഇതിനുമൊക്കെ സ്ഥലങ്ങളൊക്കെ വിട്ടുകൊടുത്തു. ആ കാലഘട്ടത്തിൽ 632 പ്രവാചകൻ വഫാത്താകുന്ന സമയത്ത്
തന്നെ അദ്ദേഹം ചേരമാൻ പെരുമാള് എന്നിട്ട് റസൂലിനെ കാണാൻ വേണ്ടി മക്കയിലേക്ക് പോയി മക്കയിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് മരണപ്പെട്ടു. എവിടെയാ ഖബറെന്നറിയോ? ഒമാനില്. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. സലാലയിലാണ് ആ ഖബറുള്ളത്. അവിടെ പോയി നോക്കിയാൽ ഒരു അനാഥ ഖബറായിട്ട്, അതായത് ഈ ചരിത്രപരമായ നമ്മുടെ നാട്ടിലത്തെ വലിയൊരു രാജാവാണ് അദ്ദേഹം. പക്ഷെ അതൊന്നും ഇല്ലാതെ അതേസമയം ഒരു ചരിത്രവും ഇല്ലാത്ത വേറെ കുറെ ഖബറുകൾ കെട്ടിപ്പൊക്കി അടിച്ച് പൊളിച്ച് ഇതൊക്കെ ഇട്ട് ഉഷാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയും. അപ്പോ നമ്മെ സംബന്ധിച്ചോളം നമ്മുടെ ആളുകളൊന്നും നമ്മുടെ നാട്ടിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചിട്ട് ഒരു മനുഷ്യൻ പോയിട്ട് നമ്മുടെ നാട്ടിലത്തെ ഒരു രാജാവ് ഇടക്കാലത്ത് മരണപ്പെട്ട ഒരാളാണ് കൊണ്ട് നമ്മുടെ ആളുകൾ പോയി നോക്കേണ്ടത് വെച്ച് നമ്മുടെ ആളുകൾക്കും ആ ചരിത്രബോധമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു വരുന്നത് അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അർത്ഥത്തിൽ ഇസ്ലാം അന്ന് 100 കൊല്ലം കൊണ്ട് ലോകത്തിന്റെ ഒരുപാട് ഭാഗത്തേക്ക് കുതിച്ചുചാട്ടം നടത്തി. അതിനെക്കുറിച്ച് ഈ പറയപ്പെട്ട ഫിലിപ്പ് ഇന്ത്യയെ പോലെയുള്ള ചരിത്രകാരന്മാര് എന്താ പറയുന്നത്? ഇസ്ലാമിന്റെ ആ വിജയത്തെക്കുറിച്ച് ഈ ചൈനീസ് ബാമ്പുവിന്റെ വളർച്ച പോലെ വല്ലാത്തൊരു വളർച്ചയാണ് ഇതുണ്ടായിരുന്നത്. അതിനെക്കുറിച്ച് എന്താ പറയുന്നത് അറിയോ? ഇറ്റ് ഈസ് നോട്ട് ട്രയംഫ് ഓഫ് എ മാൻ ബട്ട് ട്രയംഫ് ഓഫ് എ ബുക്ക്. ട്രയംഫ് പറഞ്ഞ വിജയയാത്ര, ജൈത്രയാത്ര. അത് ഇസ്ലാമിന്റെ ഒരു ജൈത്രയാത്രയല്ല. ട്രയംഫ് ഓഫ് എ മാൻ, മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ജൈത്രയാത്രയല്ല. മുഹമ്മദ് കൊണ്ടുവന്ന ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ജനതയുടെ ജൈത്രയാത്ര. ഒരു പറ്റം ജനങ്ങൾ അവരുടെ ജീവിതത്തെ മുഴുവൻ ഈ പറയപ്പെട്ട ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ, ആ പറയപ്പെട്ട വേദഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവാചകൻ അവരെന്ത് ചെയ്തു? അതിനെ മാറ്റി, അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. അതാണ് യഥാർത്ഥത്തിൽ പിന്നീട് ഇസ്ലാമിന് വലിയ വളർച്ച ഉണ്ടാകുവാനുള്ള കാരണം. അതിലൊന്നുകൂടെ നമുക്ക് വായിക്കാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ അത് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്കത് പറയാം. അതിലൊന്നുകൂടെ വായിക്കാനുള്ളത്, അന്നത്തെ കാലത്ത് ഈ പറയപ്പെട്ട ഈ പ്രചരണ സംവിധാനങ്ങളോ ഈ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസോ ഇതൊന്നും ഇല്ലാത്ത കാലത്ത് അവർക്ക് എങ്ങനെ ഇത് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എന്ന് പറയും നോക്കട്ടെ. 632 മുതൽ 732 ഒരു 100 കൊല്ലം കാലം കൊണ്ട് ഇസ്ലാമിൽ ഇത്ര വലിയ കുതിച്ചുചാട്ടം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എങ്ങനെയായിരിക്കും? കച്ചവടത്തിന് വേണ്ടി അവർ വന്നു, പ്രചരിപ്പിച്ചു. നമ്മളിപ്പോ ഒരുപാട് മുസ്ലിങ്ങൾ ഇവിടെ കച്ചവടം ചെയ്യുന്നുണ്ട്. ഈ മുസ്ലിങ്ങളുടെ കച്ചവടം കണ്ടിട്ട് ആരെങ്കിലും ഇസ്ലാമിക്ക് വരുന്നുണ്ടോ? ഇവിടെ വന്നിട്ട് മാലിക് ദീനാർ സംഘം പ്രസംഗിച്ചിട്ടില്ല, വഴന്ന് പറഞ്ഞിട്ടില്ല, ആളുകളോട് ബയാൻ ചെയ്തിട്ടില്ല. അവരുടെ പെരുമാറ്റം, അവരുടെ സ്വഭാവം അത് കണ്ടുകൊണ്ട് ഹഠാത് ആകർഷിക്കപ്പെടുകയായിരുന്നു അവർക്ക്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ലാമിന് അങ്ങനെ ഒരു ഇതുണ്ടാകാൻ കാരണം അവരെന്താണോ പറയുന്നത് അത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഏതൊരു ഇസ്ലാമിനെയാണോ നിങ്ങൾ പറയുന്നത്, ഇസ്ലാം ഒരു ഭാഗത്തും നമ്മുടെ ജീവിതം വേറൊരു ഭാഗത്തും എന്നുള്ളതല്ല, ആ ജീവിതത്തിൽ അതുണ്ടായിരുന്നു. അതിൽ നിന്ന് എന്ത് തലപോകുന്ന കാര്യമാണെങ്കിലും ഞാൻ പ്രതിദാനം ചെയ്യുന്ന ദർശനത്തിൽ നിന്ന്, ആദർശത്തിൽ നിന്ന് കടുകള ഞാൻ വ്യതിചലിക്കില്ല എന്ന് പറയുന്ന ഉറച്ച വിശ്വാസം അവരിൽ ഉണ്ടായിരുന്നു. അതിനെയാണ് നമ്മൾ സിൻസിയറിറ്റി എന്ന് പറയുന്നത്. എന്താ പറഞ്ഞ? ആത്മാർത്ഥത. ഈ സിൻസിയർ എന്ന വാക്ക് ഒരു ഗ്രീക്ക് വാക്കാണ്. അതിന്റെ അർത്ഥം ടെസ്റ്റഡ് ഇൻ ദ സൺലൈറ്റ് എന്നാണ് പറയുക. ടെസ്റ്റഡ് ഇൻ ദ സൺലൈറ്റ് എന്താ പറഞ്ഞാല്? അതിന് മലയാളം പറഞ്ഞായിരുന്നു ബിയക്കാർക്ക്. സൺലൈറ്റ് വെളിച്ചത്ത്, സൂര്യപ്രകാശത്ത് പരിശോധിക്കപ്പെടുക എന്നാണ് അതിന്റെ അർത്ഥം. ഗ്രീക്ക് വാക്ക്. എങ്ങനെയാണ് ആ വാക്കുണ്ടായതെന്ന് വെച്ചാൽ, എങ്ങനെ വാക്കുണ്ടായെന്ന് അറിയാം? ഉണ്ടായത് പ്രതിമകൾ ഉണ്ടായിക്കൊണ്ടു. എന്താ പറയാ, നമ്മുടെ വീടുകളിലൊക്കെ വെക്കാനുള്ള ശില്പങ്ങളില്ലേ, ശില്പങ്ങൾ. ഹലോ, ശില്പം ഉണ്ടാക്കി കൊടുത്തു, വീടുകളിലൊക്കെ വെക്കാനുള്ള ശില്പം. ആ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ശില്പി ചില നേരത്തെ അയാളുടെ കൈ ഇങ്ങനെ തട്ടിയിട്ട് അതിന്റെ ചെവിയോ അതിന്റെ മൂക്കോ അതിന്റെ കണ്ണോ എന്തെങ്കിലും പ്രശ്നം വരും. ഇത് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ കാത് കേട് വന്ന, മൂക്ക് ഇങ്ങനെ ചൊളിഞ്ഞ, കണ്ണിലിങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പ്രതിമ നിങ്ങൾ വാങ്ങുമോ? വാങ്ങില്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നറിയോ? അവിടെയൊക്കെ മെഴുകി വെച്ച് അടയ്ക്കും. മെഴുകി വെച്ച് അവിടെയൊക്കെ അടയ്ക്കും. എന്നിട്ട് നിങ്ങൾ ആ ശില്പം വാങ്ങുമ്പോൾ സൂപ്പർ ശില്പമായിരിക്കും, നല്ല ശില്പമായിരിക്കും. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടേ വെച്ച് നിങ്ങളുടെ റൂം ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ മെഴുകി ഇങ്ങനെ ഒരുങ്ങി വരും. അപ്പോൾ ഈ പ്രതിമയുടെ വൈരൂപ്യം തരും.
അറിയും. അപ്പൊ യഥാർത്ഥത്തിലുള്ള ചിത്രത്തിനപ്പുറത്ത് പുറത്തേക്ക് ഒരു കാണിക്കാൻ വേണ്ടി ഉള്ള ഒരു മെഴുകൽ. മനസ്സിലായോ? നമ്മൾ യഥാർത്ഥത്തിൽ ഒന്നാണ്, പക്ഷെ പുറത്ത് വേറൊന്നാണ്. ഏതൊരു സിനിമയിൽ സലീം കുമാർ പറയില്ലേ, ശരിക്കും ഇരിക്കണം ഞാനല്ല, ഞാൻ വേറെ എവിടെയോ. അവിടെയാണ് ഞാന് എന്റെ അമ്മ പ്രസവിച്ചപ്പോ അവിടുന്ന് മാറിപ്പോയതാണ്, ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ഞാൻ വേറൊരാളാണ് അല്ലെ. അതേമാതിരി നമ്മളൊക്കെ വേറൊരാളാണ്. പുറത്തേക്ക് നമ്മൾ ഈ കാണിക്കുന്നതല്ല യഥാർത്ഥത്തിൽ നമ്മൾ അല്ലെ. അങ്ങനെ ഉള്ളിലൊരു നമ്മളും പുറത്തൊരു നമ്മളുമായിട്ട് രണ്ട് നമ്മളുണ്ട്. അത് വെയിലത്ത് വെക്കുമ്പോഴാണ് എന്തറിയുന്നത്, നമ്മുടെ യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത്. യഥാർത്ഥ ചിത്രം പുറത്തു വരുന്നത് ആ വെയിൽ വെക്കുമ്പോൾ, ആ വെയിൽ തട്ടുമ്പോ ആ ഇങ്ങനെ ഉരുകി ചില ഭാഗങ്ങളൊക്കെ താഴേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെന്താവും, നമ്മുടെ യഥാർത്ഥ കോലം പുറത്തു വരും. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, ഇതിനെയാണ് ടെസ്റ്റഡ് ഇൻ ദ സൺലൈറ്റ് പറയുക. അപ്പൊ ആയതുകൊണ്ട് ഈ പ്രതിമ വാങ്ങുന്നവർ എന്ത് ചെയ്യുന്നറിയോ, ഈ ശില്പം വാങ്ങുന്ന ആളുകൾ അവര് വാങ്ങിയിട്ട് ആദ്യം അതിന് വെയിലത്ത് വയ്ക്കും. ഒരു അരമണിക്കൂർ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ, ആ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബോധ്യപ്പെടും, ആ വെയിൽ കൊള്ളുമ്പോഴേക്ക് ഈ മെഴുകുതിരി ഒഴുകി താഴോട്ട് പോകാൻ തുടങ്ങും. ഈ താഴോട്ട് പോയി കഴിഞ്ഞാൽ അവർക്ക് യഥാർത്ഥ ആ ശില്പത്തിന്റെ രൂപത്തെ അവർക്ക് ലഭിക്കും. അതാണ് ഉണ്ടാവുക. ഇതേ അർത്ഥത്തിൽ പ്രതിസന്ധിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഒതുങ്ങിപ്പോകുന്നതിന് നമുക്ക് ആത്മാർത്ഥത എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയിലും അത് ഒഴുകിപ്പോകാതെ ശക്തമായിട്ട് നിലകൊള്ളും. അങ്ങനെ ഒരു മനസ്സുള്ള ഒരുപറ്റം ആളുകളാണ് ഇതിനെ വിജയിപ്പിച്ചെടുത്തത്. അതുകൊണ്ടാണ് ആ ഒരു ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ആളുകളാണ് ഇത് വിജയിപ്പിച്ചെടുത്തത് എന്ന് പറയുവാനുള്ള അടിസ്ഥാനപരമായ കാരണം അതാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങളുടെ പഠനമാകട്ടെ, നിങ്ങളുടെ കരിയർ ആകട്ടെ, അതേപോലെ തന്നെ നിങ്ങളുടെ അംബിഷൻസ് ഉണ്ടാവും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ആഗ്രഹങ്ങളൊക്കെ വിജയിച്ചെടുക്കണം എന്ന് നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഈ അവസ്ഥയിൽ നിന്നും മാറി ഏത് വെയിലത്തും ഒരുങ്ങിപ്പോകാത്ത, ഇത് എനിക്ക് സ്ഥാപിക്കണം, അച്ചീവ് ചെയ്യണം, ഇതെനിക്ക് ആഗ്രഹിക്കണം, ഈ ആഗ്രഹിച്ചത് ലഭ്യമാകണം എന്ന് പറയുന്ന വല്ലാത്തൊരു മനസ്സോടുകൂടി ശക്തമായി മുന്നോട്ട് പോകാനുള്ള ഒരു വെറി, അങ്ങനെ പറയാം അല്ലെ, ഒരു വല്ലാത്ത വികാരം, ഒരു വാശി, ഒരു അദമ്യമായ ഉത്കടമായ ഒരു ആഗ്രഹം, അത് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും. അപ്പൊ ഇതിന്റെ ബാക്കി അടുത്ത ആഴ്ച പറയാം. ഇപ്പൊ എവിടെ നിർത്തിയത്? ആത്മാർത്ഥതയിലാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ആത്മാർത്ഥതയുടെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.